സാറെന്താ ഒന്നും മിണ്ടാത്ത? വലിയ ആലോചനയിലാണല്ലോ. അതെ, ആലോചിക്കായിരുന്നു എന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാ. ഞാനും എന്റെ കഴിഞ്ഞ കാലങ്ങളൊന്ന് പരിശോധിക്കുകയായിരുന്നു. ശക്തിയും ദൗർബല്യവും കുറ്റവും കുറവും എല്ലാം ഉള്ളവരാണ് മനുഷ്യർ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയാണോ MD എഴുതിയാണോ എന്നറിയില്ല, ഒരു വാക്കുണ്ട്: എല്ലാ കഥകളും നീണ്ടു ചെല്ലുമ്പോ അത് മരണത്തിൽ അവസാനിക്കുന്നു. ഒരു മരണമായി എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. സാറെന്താ ഇതൊക്കെ പറയാൻ കാര്യം? അതെന്തു ആവട്ടെ രാജു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എനിക്കതിന് ശരിയായ ഒരു മറുപടി തരണം. അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? സാറ് ചോദിക്കേ, ഞാൻ മറുപടി പറയാം. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പിൻഗാമിയായി വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? സാറിന് എന്തെങ്കിലും പറ്റുമോ? അയ്യോ, എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. സർ, ഞാൻ സാറിന്റെ മരുമകനായത് പിന്നീടാണ്. അതിനു മുമ്പും ഇപ്പോഴും ഞാൻ സാറിന്റെ നിഴല് തന്നെയാ. നിഴൽ. എനിക്ക് സാറില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ജീവിച്ചിരിക്കാൻ പറ്റൂ രാജു. ഓരോരുത്തർക്കും ഓരോ കാലമുണ്ട്, ദൈവം അനുവദിച്ചു തരുന്ന കാലം. ഞാൻ ഒരിക്കലും സാറിരുന്ന കസേരയിൽ കയറിയിരിക്കില്ല. അങ്ങനെ സാറിന്റെ പിൻഗാമിയാവാൻ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മാനസപുത്രൻ. എനിക്ക് അതായ മാത്രം മതി. സാറിന് എന്തോ ഒരു നിരാശ പിടികൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നു. സാറിന് ഇനി ഒരു വലിയ രാഷ്ട്രീയ ജീവിതമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സാറിന് പലതും ചെയ്യാനുമുണ്ട്.